നാഗമണിക്കൻ 2-ന്റെ എപ്പിസോഡ് 13ലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹം കഴിഞ്ഞതിന് ശേഷം മുതിർന്നവരുടെ ആശീർവാദം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ മോഹിനി അവിടേക്ക് വരുന്നു. മോഹിനിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ദേവിന്റെ അടുത്ത് വിവാഹ വേഷത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് മോഹിനി അവിടെ നിൽക്കുകയാണെങ്കിൽ ദേവ് വിവാഹം കഴിച്ചത് ആരെയാണെന്ന് പറഞ്ഞ് എല്ലാവരും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ദേവ് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയുടെ മുഖത്തു നിന്ന് ഷോള് മാറ്റി നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന രൂപയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ദേവും മോഹിനിയും എല്ലാവരും. രൂപയെ കാണുന്ന ബുൽബുല് സന്തോഷത്തോടെ നിൽക്കുകയാണ്. അമ്മയായി രൂപയെ കിട്ടിയ സന്തോഷത്തിൽ ബുൽബുല് മഹാദേവനോട് ബുൽബുലിന്റെ പ്രാർത്ഥന കേട്ടതിന് താങ്ക്സ് പറയുകയാണ്. രൂപയെ കാണുന്ന മോഹിനി ദേഷ്യത്തോടെ രൂപയുടെ അടുത്ത് പോയിട്ട് ഈ വിവാഹം ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് രൂപയുടെ കഴുത്തിൽ കിടക്കുന്ന ഹാരം ഊരിയെടുക്കുകയാണ്. എന്നിട്ട് രൂപയോട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന രൂപ എനിക്കൊന്നും ഓർമ്മയില്ല, എങ്ങനെയാണ് ഞാൻ മണ്ഡപത്തിൽ വന്നതെന്ന് എനിക്കറിയില്ല. അവസാനമായി എന്റെ ഓർമ്മയിലുള്ളത് രംഭ എനിക്ക് ലഡു തന്നത് മാത്രമാണ്. ആ ലഡു കഴിച്ചപ്പോൾ എന്റെ ഓർമ്മ പോയി, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ് രൂപ. യഥാർത്ഥത്തിൽ രൂപ രംഭ കൊടുത്ത ലഡു കഴിച്ചിട്ടില്ലായിരുന്നു. രംഭയുടെ ശ്രദ്ധ മാറിയ സമയം നോക്കി രൂപ രംഭ കൊടുത്ത ലഡു കളയുകയും വേറൊരു ലഡു എടുത്തിട്ട് രംഭയുടെ മുന്നിൽ വെച്ച് കഴിക്കുകയും ചെയ്തു. ഇതാണ് നടന്നത്. രൂപ പറഞ്ഞത് കേൾക്കുന്ന മോഹിനി രംഭയെ ദേഷ്യത്തോടെ നോക്കുകയാണ്. രംഭ മോഹിനിയെ കണ്ട് പേടിച്ചു നിൽക്കുകയാണ്. മോഹിനി ഈ വിവാഹം തെറ്റാണെന്നും ഒരിക്കൽ കൂടി വിവാഹം നടത്തണമെന്നും പറഞ്ഞ് മോഹിനി വയലന്റ് ആവുകയാണ്. അത് കേൾക്കുന്ന ബുൽബുല് രൂപയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് രൂപയെ കെട്ടിപ്പിടിച്ചിട്ട് ഈ വിവാഹം മതി, ഇനി വേറൊരു വിവാഹം വേണ്ട, രൂപ ആന്റി എനിക്ക് അമ്മയായാൽ മതി എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി പൂജാരിയോട് ഒരിക്കൽ കൂടി വിവാഹം നടത്താൻ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അത് കേൾക്കുന്ന പൂജാരി വിവാഹം ഒരു തമാശയല്ല, ഇവിടെ നടന്ന ദേവിന്റെ വിവാഹം എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് നടന്നിരിക്കുന്നത്, ഇനി ഒരു വിവാഹം കൂടി നടത്തുന്നത് ശരിയല്ല എന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മോഹിനി ദേവിന്റെ കഴുത്തിൽ കിടക്കുന്ന ഹാരം ഊരി ദൂരേക്ക് എറിയുകയാണ്. എന്നിട്ട് ദേവിനോട് ദേവ് എന്താണ് ഒന്നും പറയാതെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആരും വിവാഹത്തിനെ കുറിച്ച് ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ് മോഹിനി. ഈ സമയം അവിടെ വവ്വാലിന്റെ രൂപത്തിൽ വരുന്ന ചങ്കു രൂപയെ എടുത്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. രൂപ രക്ഷിക്കാൻ പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അത് കാണുന്ന എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. മോഹിനിക്കും രംഭയ്ക്കും അത് ചങ്കു ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ചങ്കുവിന് രൂപയോട് ഇത്രയും വെറുപ്പ് എന്താണെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും. ബുൽബുല് ദേവിനോട് രൂപ ആന്റി രക്ഷിക്കാൻ പറയുകയാണ്. ഒരു മിനിറ്റ് ആലോചിച്ച് നിൽക്കുന്ന ദേവ് പോകാൻ തുടങ്ങുന്നത് കാണുന്ന മോഹിനി ദേവിന്റെ കയ്യിൽ പിടിച്ച് ദേവിനെ തടഞ്ഞു നിർത്തുകയാണ്. ദേവ് ഒന്നും പറയാതെ മോഹിനിയെ നോക്കി നിൽക്കുകയാണ്. ബുൽബുല് രൂപ ആന്റി രക്ഷിക്കാൻ പറഞ്ഞ് ദേവിന്റെ കൈ മോഹിനിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. ദേവിക ദേവിനോട് മരുമകളെ രക്ഷിച്ചിട്ട് വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് തലപ്പാവ് ഊരി എറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പുറകെ ബുൽബുലും പോവുകയാണ്. ബുൽബുലിനോട് ഡേഞ്ചർ ആണ്, വരണ്ട എന്ന് ദേവ് പറയുമെങ്കിലും ബുൽബുലിന്റെ നിർബന്ധത്തിന് വഴങ്ങി ദേവ് ബുൽബുലിനെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ദേവ് പോകുന്നത് കാണുന്ന മോഹിനി പേടിച്ച് നിൽക്കുകയാണ്. രൂപയെ രക്ഷിക്കാൻ വേണ്ടി ദേവ് പോവുകയാണെങ്കിൽ ചങ്കു ദേവിന് എന്തെങ്കിലും ചെയ്യും, ദേവിന് ഒരു ആപത്ത് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് മോഹിനി രക്ഷസായി മാറി അവിടെ നിന്ന് പോകുമ്പോൾ പുറകെ രംഭയും പോവുകയാണ്. അടുത്ത സീനിൽ വവ്വാലായ ചങ്കു രൂപയും കൊണ്ട് പറന്നു പോവുകയാണ്. കാട്ടിന്റെ അകത്ത് കൂടി പോവുകയാണ്. വവ്വാല് പറന്നു പോകുന്നത് കാണുന്ന ദേവ് വവ്വാലിന്റെ പുറകെ പോവുകയാണ്. കുറെ ദൂരം പോകുമ്പോൾ രൂപയെ വവ്വാല് താഴേക്ക് ഇടുകയാണ്. ശേഷം വവ്വാല് ചങ്കുവായി മാറുന്നു. ചങ്കു രൂപയോട് നീ എന്നെ സ്നേഹം കാണിച്ച് ചതിച്ചിട്ട് നീ ദേവിനെ വിവാഹം കഴിച്ചോ, നീ എന്റെ പുറകെ നടന്നത് നിന്റെ ഫാമിലിയെ കൊന്നവർ ആരാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്റെ കുഞ്ഞിനെയും ശങ്കറിനെയും ഫാമിലിയെയും ഇല്ലാതാക്കിയവർ ആരൊക്കെയാണോ അവരെ കണ്ടുപിടിച്ച് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കൊടുക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇനി രണ്ടുപേരെ എനിക്ക് കണ്ടുപിടിക്കണം, അവരെ കണ്ടുപിടിച്ച് അവരെയും കൊല്ലുമെന്ന് പറയുകയാണ് പാറു. അത് കേട്ട് ദേഷ്യം വരുന്ന ചങ്കു പാറുവിനെ കൊല്ലുമെന്ന് പറഞ്ഞ് പാറുവിന്റെ അടുത്തേക്ക് വരുന്നത് കാണുന്ന പാറു ചങ്കുവിനെ വാണിംഗ് കൊടുക്കുകയാണ്. ഒരു നാഗം ഒരു കാരണവുമില്ലാതെ ആരെയും ഉപദ്രവിക്കില്ല എന്ന് ചങ്കുവിനോട് പറയുകയാണ് പാറു. അതിന് നിന്നെ കൊല്ലാൻ എനിക്ക് എന്റേതായ കാരണമുണ്ട് എന്ന് പറഞ്ഞ് ചങ്കു വവ്വാലായി മാറുകയാണ്. വവ്വാല് പാറുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറന്നു വരുന്നത് കാണുന്ന പാറു നാഗമാകാൻ ശ്രമിക്കുന്ന സമയം അവിടെ വരുന്ന മുത്തശ്ശൻ പാറുവിനെ തള്ളി മാറ്റുകയും വവ്വാൽ മുത്തശ്ശനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. വവ്വാലിന്റെ അറ്റാക്കിൽ മുറിവുണ്ടാകുന്ന മുത്തശ്ശന്റെ ബോധം പോകുന്നു. മുത്തശ്ശൻ വീണ് കിടക്കുന്നത് കാണുന്ന പാറു മുത്തശ്ശനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മുത്തശ്ശൻ എഴുന്നേൽക്കാത്തത് കാണുന്ന പാറു പകുതി നാഗമായി മാറുകയാണ്. പകുതി നാഗമായി പാറു മാറുന്നത് കാണുന്ന ചങ്കു വവ്വാലായി മാറുന്നു. ഈ സമയം ദേവും
ബുൽബുലും പാറുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. തുടർന്ന് പാറു വവ്വാലിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ വവ്വാല് രക്ഷപ്പെടുകയാണ്. പിന്നെയും പാറു വവ്വാലിനെ വാലുകൊണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ വവ്വാല് പാറുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ശേഷം നാഗമായി മാറുന്ന പാറുവും ചങ്കു എന്ന വവ്വാലും പരസ്പരം അറ്റാക്ക് ചെയ്യുകയാണ്. ഈ സമയം മോഹിനി രംഭയും ഒരു സൈഡിലൂടെ പാറുവിനെയും ചങ്കുവിനെയും അന്വേഷിച്ച് നടക്കുകയാണ്. വേറൊരു സൈഡിലൂടെ ദേവും ബുൽബുലും പാറുവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം ദേഷ്യം വരുന്ന പാറു വവ്വാലിനെ അറ്റാക്ക് ചെയ്ത് താഴെ വീഴ്ത്തുകയാണ്. അപ്പോൾ വവ്വാല് ചങ്കുവായി മാറുന്നു. ചങ്കു ബോധമില്ലാതെ കിടക്കുകയാണ്. അത് കാണുന്ന പാറു മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി മുത്തശ്ശനെ വിളിക്കുകയാണ്. കുറെ പ്രാവശ്യം വിളിക്കുമ്പോൾ മുത്തശ്ശൻ കണ്ണു തുറക്കുന്നു. കണ്ണു തുറക്കുന്ന മുത്തശ്ശൻ പാറുവിനോട്, ഞാൻ ചെയ്ത പാവത്തിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്, ഞാൻ ഈ ശിക്ഷയ്ക്ക് അർഹനാണ് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ടെൻഷനോടെ മുത്തശ്ശനോട് പാറു എന്ത് പാവമാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. പാറുവിന്റെ കുഞ്ഞിനെയും ശങ്കറിനെയും പാറുവിൽ നിന്ന് പിരിച്ചത് ഞാനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മോഹിനി ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പാറുവും ശങ്കറും കൂടിയാണെന്ന് പറഞ്ഞ് മോഹിനി എന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുകയാണ്. മറുവശത്ത് മോഹിനി രംഭയും കാട്ടിന്റെ അകത്തുകൂടി പോകുന്നത് ബുൽബുല് കാണുന്നു. ബുൽബുലിനെ കാണുന്ന മോഹിനി രംഭയും മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. മോഹിനിയെ ഈ രൂപത്തിൽ ദേവ് ഒരിക്കലും കാണാൻ പാടില്ല. അതുകൊണ്ട് ദേവ് തിരിച്ചു പോകുന്നത് വരെ ഇവിടെ ഇരിക്കാമെന്ന് രംഭ പറയുകയാണ്. മറുവശത്ത് മുത്തശ്ശൻ പാറുവിനോട്, പാറുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ പാറു പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് എനിക്ക് മനസ്സിലായതാണ്. പാറുവിന്റെ സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പാറുവിന്റെ പാസ്റ്റ് അറിയാൻ വേണ്ടി ഒരു അഘോരിയുടെ അടുത്ത് പോയിരുന്നു. ആ അഘോരി വഴി പാറുവിന്റെ കഴിഞ്ഞ ജന്മത്തെ കഥയും ഈ ജന്മത്തെ കഥയും എല്ലാം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കോ മോഹിനിക്കോ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. എന്നോട് ക്ഷമിക്കണം പാറു എന്ന് പറഞ്ഞ് കരയുകയാണ് മുത്തശ്ശൻ. 3 മുഖംമൂടികളിൽ ഒന്ന് പോലെയായിരുന്നു. രണ്ടാമത്തേത് മുത്തശ്ശനും. മൂന്നാമത്തെ മുഖംമൂടി ആരാണെന്ന് പാറു കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മുത്തശ്ശൻ പാറുവിന്റെ മുന്നിൽ കൈ തൊഴുതുകൊണ്ട്, മോളെ, അയാളെയും ബാക്കി എല്ലാവരോടും ക്ഷമിക്കണം. അവരെല്ലാവരും ചെയ്ത തെറ്റിനു കൂടി ഞാൻ മാപ്പ് ചോദിക്കാം. എന്റെ കുടുംബത്തോട് ദയ കാണിക്കണം എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന പാറുവിന് ഇനി ഒരാൾ മാത്രമല്ല കുറെ പേർ ചേർന്നാണ് പാറുവിന്റെ ഫാമിലിയെ ഇല്ലാതാക്കിയതെന്ന് പാറുവിന് മനസ്സിലാവുകയാണ്. ഈ സമയം പാറുവിന്റെ പുറകിൽ കൂടി വരുന്ന ചങ്കു വവ്വാലായി മാറി പാറുവിന്റെ പുറകിൽ നഖം കൊണ്ട് മുറിവുണ്ടാക്കുകയാണ്. പാറു വേദന കൊണ്ട് കരയുകയാണ്. അത് കാണുന്ന മുത്തശ്ശൻ ചങ്കുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് കൊക്കയിലേക്ക് ചാടുകയാണ്. അത് കണ്ട് മുത്തശ്ശ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ് പാറു. ഈ സമയം അവിടെ ദേവും ബുൽബുലും വരുന്നു. പാറുവിന് അവരോട് വേദന കാരണം ഒന്നും പറയാൻ കഴിയാതെ ഷോക്കിൽ ഇരിക്കുകയാണ്. ബുൽബുലും ദേവും കൂടി പാറുവിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. പാറുവിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരിൽ കുറെ പേർ ഉണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞത് പാറുവിന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. ശേഷം ഹോസ്പിറ്റലിൽ പോയിട്ട് പാറുവിനെയും കൊണ്ട് വീട്ടിലേക്ക് ദേവ് വരുന്നു. പാറുവിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബുൽബുല് ദേവിനോട് പാറുവിനെ എടുത്തുകൊണ്ട് പോകാൻ പറയുകയാണ്. അത് കേൾക്കുന്ന ദേവ് പാറുവിനെ എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പാറുവിനെ ദേവ് എടുത്തുകൊണ്ട് വരുന്നത് കണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആചാരമനുസരിച്ച് ചടങ്ങ് നടത്തിയാണ് അവരെ അകത്തേക്ക് കയറ്റുന്നത്. അകത്ത് വരുന്ന ദേവിനോട് ദേവിക പാറുവിനെ ദേവിന്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറയുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെയല്ല ഈ വിവാഹം നടന്നതെങ്കിലും ഇപ്പോൾ നിന്റെ വൈഫാണ് രൂപ. രൂപ ദേവിന്റെ റൂമിലാണ് ഇനി കഴിയേണ്ടത്. ദേവിന്റെ വൈഫിന്റെ എല്ലാ അവകാശവും അധികാരവും രൂപയ്ക്കുണ്ട് എന്ന് പറയുകയാണ് ദേവിക. അത് കേൾക്കുന്ന ദേവ് രൂപയും കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അത് കാണുന്ന ബുൽബുല് മഹാദേവനോട് ബുൽബുലിന്റെ പ്രാർത്ഥന കേട്ടതിനും അത് നടത്തി തന്നതിനും താങ്ക്സ് പറയുകയാണ്. മറുവശത്ത് മോഹിനി രംഭയും ചങ്കുവിനെ കാണുകയാണ്. ചങ്കുവിനെ കണ്ട് മോഹിനി വിഷമിച്ചിരിക്കുകയാണ്. മോഹിനി ചങ്കുവിനോട്, നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ നിന്നെ രക്ഷിക്കും എന്നൊക്കെ പറയുകയാണ്. ചങ്കു മോഹിനിയോട് നാഗിൻ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മോഹിനി, ബുൽബുല് നാഗിനിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണെന്നൊക്കെ പറയുകയാണ്. ചങ്കു രൂപ എന്ന് പറയുന്നത് കേൾക്കുന്ന രംഭ മരിക്കാൻ നേരത്തും ചങ്കുവിന് രൂപയെ ഓർമ്മ വന്നു. രൂപയെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ചങ്കുവിന് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയാണ് മോഹിനി. മറുവശത്ത് പാറുവിനെ റൂമിൽ കൊണ്ടുപോകുമ്പോൾ മുറിവിൽ ബ്ലഡ് കാണുന്ന ദേവ് പാറുവിന്റെ മുറിവ് ഡ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ദേവ് പാറുവിനോട്, ഇന്ന് ബെഡിൽ കിടന്നു കുഴപ്പമില്ല, പക്ഷെ നാളെ മുതൽ സോഫയിൽ കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് ദേവ് സോഫയിൽ പോയി കിടന്നുറങ്ങുകയാണ്. അത് കാണുന്ന പാറു, ദേവിനെ വിവാഹം കഴിച്ച് ഞാൻ എന്റെ ശങ്കറിനോട് തെറ്റാണ് ചെയ്തതെന്നും എനിക്കറിയാം,
അതുപോലെ തന്നെ ദേവിനോടും ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് എന്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ വിവാഹം നടക്കണമായിരുന്നു. സാഹചര്യം അങ്ങനെയായിരുന്നു. മറുവശത്ത് മോഹിനി തന്റെ ശക്തി പ്രയോഗിച്ച് ശംഖുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ശംഖു മരിക്കുകയാണ്. ശംഖു മരിച്ചു കിടക്കുന്നത് കാണുന്ന മോഹിനി ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. എന്റെ രണ്ട് സഹോദരങ്ങളെ എനിക്ക് നഷ്ടമായി, ഞാൻ ആ നാഗിനെ വെറുതെ വിടില്ല എന്ന് ദേഷ്യത്തോടെ അലറി വിളിച്ചു പറയുകയാണ് മോഹിനി. അടുത്ത സീനിൽ രാവിലെ എഴുന്നേൽക്കുന്ന പാറു ഉറങ്ങിക്കിടക്കുന്ന ദേവിനെ ഷീറ്റ് മൂടി കൊടുക്കുമ്പോൾ ദേവ് എഴുന്നേൽക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് സൗണ്ട് കേൾക്കുന്ന അവർ രണ്ടുപേരും റൂമിന്റെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ നിൽക്കുന്നത് പാറു കാണുന്നു. പാറു മുത്തശ്ശനെ കണ്ട് ഷോക്കിൽ നിൽക്കുകയാണ്. മുത്തശ്ശൻ ദേവികയോട് എനിക്ക് ഇഷ്ടമില്ലാത്ത നടന്ന ഈ വിവാഹം അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. മോഹിനിക്കാണ് ഈ വീട്ടിന്റെ മരുമകളാകാൻ യോഗ്യതയുണ്ടായിരുന്നത് എന്നൊക്കെ മോഹിനിയെ പുകഴ്ത്തി ഓരോന്നും പറയുകയാണ്. മുത്തശ്ശനായി രൂപം മാറി വന്നത് രംഭയാണ്. തുടർന്ന് മുത്തശ്ശൻ രൂപം മരുമകളായി ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ വരില്ല, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്, എന്റെ സ്വത്തിന്റെ പാതി മോഹിനിയുടെ പേരിൽ എഴുതി വെച്ചു എന്ന് മുത്തശ്ശൻ പറയുന്നത് കേട്ട് വിഷമം വരുന്ന ചാന്ദിനി മുത്തശ്ശനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നേരത്തെ ദേവിന്റെ പേരിൽ പകുതി സ്വത്ത് എഴുതി വെച്ചു, ബാക്കിയുള്ള പകുതി സ്വത്ത് മോഹിനിക്ക് എഴുതി കൊടുത്തു. അപ്പോൾ നമുക്ക് ഒന്നും ഇല്ലേ, നമ്മളോട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ പറയുകയാണ്. ഇനി ആരും ഒന്നും പറയാൻ പാടില്ല, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ് എന്ന് മുത്തശ്ശൻ പറയുന്നത് കേൾക്കുന്ന ദേവികയും ദേവും മുത്തശ്ശനോട് പോകരുതെന്ന് പറയുകയാണ്. മുത്തശ്ശൻ പാറുവിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ച് നിൽക്കുകയാണ്. മുത്തശ്ശൻ മോഹിനിയുടെ അടുത്ത് പോയിട്ട് നിനക്ക് സംഭവിച്ചത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് സ്വത്തിന്റെ പേപ്പേഴ്സ് മോഹിനിക്ക് കൊടുത്തിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നു. പാറുവിന് രംഭയാണ് മുത്തശ്ശനായി വന്നതെന്ന് മനസ്സിലാവുകയാണ്. അടുത്ത സീനിൽ മുത്തശ്ശൻ പറഞ്ഞ ഈ കുടുംബത്തിലെ മറ്റുള്ളവർ ആരായിരിക്കുമെന്ന് ആലോചിച്ച് കിച്ചണിൽ വരുന്ന പാറുവിന്റെ മുന്നിൽ ദേവിക വരുന്നു. പാറു വിഷമിച്ച് നിൽക്കുന്നത് കാണുന്ന ദേവിക പാറുവിനോട് നടന്നു കഴിഞ്ഞതിനെ കുറിച്ച് ഓർമ്മിച്ച് വിഷമിക്കരുത്, ഇതെല്ലാം മഹാദേവന്റെ തീരുമാനമാണ്, ഇന്ന് മുതൽ നീ എന്റെ മരുമകളാണ്, എന്നെ നീ അമ്മ എന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിന്റെ ഉത്തരവാദിത്വം ദേവിക പാറുവിനെ ഏൽപ്പിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് അവിടെ വരുന്ന ചാന്ദിനി ദേവികയോട് വിവാഹം കഴിക്കാത്തവൾക്ക് പകുതി സ്വത്ത് എഴുതി കൊടുത്തു, വിവാഹം കഴിഞ്ഞവൾക്ക് വീട്ടിന്റെ ഉത്തരവാദിത്വം മുഴുവൻ കൊടുത്തു, അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിലെ ഗസ്റ്റ് ആയിരിക്കും, ഇനി ഈ കിച്ചണിൽ വരാനും ഞങ്ങൾക്ക് അനുവാദം ചോദിക്കേണ്ടി വരുമോ, നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് ചാന്ദിനി വയലന്റ് ആകുന്നത് കാണുന്ന സൂരജ് ചാന്ദിനിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ചാന്ദിനി വയലന്റ് ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് പാറു ദേവിക കൊടുത്ത താക്കോല് ദേവികയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തിട്ട് എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ദേവിക താക്കോല് പാറുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഈ വീട്ടിന്റെ മരുമകൾ നീ തന്നെയാണ്, ഈ വീട്ടിലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് നീ തന്നെയാണ്, ഇന്ന് മരുമകളെ ആദ്യം കിച്ചണിൽ കയറുന്നത് കൊണ്ട് മധുരം എന്തെങ്കിലും ഉണ്ടാക്കണം, ദേവിന് പായസം ഇഷ്ടമാണ്, അത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ദേവിക അവിടെ നിന്നും പോകുന്നു. ഈ കുടുംബത്തോട് പ്രതികാരം ചെയ്യാൻ വന്നിട്ട് ഈ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് മഹാദേവ, ഈ വിവാഹം ബുൽബുലിന് വേണ്ടിയും എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് വിഷമിച്ചു നിൽക്കുകയാണ് പാറു. ഈ സമയം ദേവും മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ദേവിന്റെ മനസ്സിൽ ഇപ്പോൾ പാറുവിനോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ട് ദേവ് പാറുവിനോടുള്ള ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ദേവിന്റെ അടുത്ത് പായസവുമായി വരുന്ന പാറുവിനെ കാണുന്ന ദേവ് പാറുവിന്റെ കയ്യിലിരിക്കുന്ന പായസം തട്ടി എറിയുകയാണ്. എന്നിട്ട് പാറുവിനോട് നീ എപ്പോൾ ഈ കുടുംബത്തിൽ വന്നോ അന്ന് മുതൽ ഇവിടെ പ്രശ്നങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ, നീ കാരണമാണ് മുത്തശ്ശൻ ഇവിടെ നിന്ന് പോയത് എന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ദേവ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ദേവ് പോകുന്നത് കണ്ട് വിഷമം വരുന്ന പാറു എന്റെ പ്രതികാരത്തിന് വേണ്ടി ഞാൻ നല്ലവരായി എത്ര പേരുടെ മനസ്സാണ് വേദനിപ്പിക്കുന്നത്, ഇന്ന് 1000 വർഷത്തിൽ ഒരിക്കൽ വരുന്ന പൗർണമി ദിവസമാണ്, ഹോളിയും കൂടിയാണ്, ഇന്ന് എനിക്ക് എന്റെ എല്ലാ ശക്തികളും സ്വന്തമാക്കണം, ഉടൻ തന്നെ ബാക്കി ശത്രുക്കൾ ആരാണെന്ന് കണ്ടുപിടിച്ച് അവരെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പാറു. അടുത്ത സീനിൽ ഹോളിയുടെ പൂജയ്ക്ക് വേണ്ടി ബുൽബുലിനെ റെഡിയാക്കുകയാണ് പാറു. മോഹിനി മറഞ്ഞു നിന്ന് നോക്കുന്നത് കാണുന്ന ബുൽബുല് പാറുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ഇനി മുതൽ ബുൽബുലിന്റെ എല്ലാ കാര്യങ്ങളും പാറു നോക്കണമെന്ന് പറയുകയാണ്. അത് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പാറു. ശേഷം മോഹിനി റൂമിൽ പോയി അലമാരയിൽ നിന്ന് ഒരു ഷോൾ എവിടെയുണ്ടെന്ന് നോക്കുകയാണ്. അവസാനം മോഹിനിക്ക് ഷോള് കിട്ടുകയാണ്. ഷോളിൽ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ് മോഹിനി. അടുത്ത സീനിൽ എല്ലാവരും ഹോളി പൂജയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അവിടേക്ക് പാറു വരുന്നു. പാറുവിനെ കാണുന്ന ദേവിന്റെ മനസ്സിൽ എന്തോ ഒരു ഫീല് തോന്നുകയാണ്. മോഹിനി ദേവിന്റെ മനസ്സിലുള്ള ഓർമ്മ
ഓർമ്മകളെല്ലാം ഹൃദയത്തിൽ ലോക്ക് ചെയ്തു വച്ചിരിക്കുന്നത് കൊണ്ട് എന്താണ് പാർവിനെ കാണുമ്പോൾ ദേവിന് തോന്നുന്നത് എന്ന് ഓർത്തെടുക്കാൻ ദേവിന് കഴിയുന്നില്ല. ശേഷം ദേവിക ദേവിനോട് പാർവിന്റെ കൂടെ പൂജ ചെയ്യാൻ പറയുകയാണ്. ദേവിക പറഞ്ഞതുകൊണ്ട് മാത്രം ദേവ് പാർവിന്റെ കൂടെ പൂജ ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് മോഹിനി. ബുൽബുല് സന്തോഷത്തോടെ നിൽക്കുകയാണ്. പൂജയുടെ അവസാനം തീ കത്തിച്ചതിന് ശേഷം എല്ലാവരും അവിടെ നിന്നും പോകുന്നു. ബുൽബുല് തീ കത്തുന്നത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നത് നോക്കി മോഹിനി പോവുകയാണ്. ഇത് മഹാദേവന്റെ ക്ഷേത്രത്തിൽ പോകാനുള്ള നല്ലൊരു അവസരമാണെന്ന് മനസ്സിലാക്കുന്ന പാറു അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ബുൽബുലിന്റെ അടുത്ത് പോകുന്ന മോഹിനി ബുൽബുലിനോട് ദൂരെ നിന്ന് നോക്കിയാൽ ഒരു രസവും ഉണ്ടാകില്ല, നമുക്ക് അടുത്ത് പോയി നോക്കാമെന്നും പറഞ്ഞ് മോഹിനി ബുൽബുലിനെ എടുത്തുകൊണ്ട് തീക്കകത്തേക്ക് പോയിരിക്കുകയാണ്. മോഹിനി മായാവി ഷോള് മൂടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് മോഹിനിയുടെ ശരീരത്തിൽ തീ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ മോഹിനിക്ക് തീ പൊള്ളുന്നത് പോലെ തോന്നുകയാണ്. ഷോള് കത്തുന്നത് കാണുന്ന മോഹിനി ബുൽബുലിനെ തീക്കകത്ത് ഇരുത്തിയിട്ട് പുറത്തേക്ക് പോവുകയാണ്. ബുൽബുല് തീയുടെ ചൂട് കൊണ്ട് അലറി വിളിച്ച് കരയുകയാണ്. ബുൽബുല് രൂപ ആന്റി രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയം ആ വഴി ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുന്ന പാറു ബുൽബുലിന്റെ കരച്ചിൽ കേട്ട് തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ ബുൽബുല് തീയുടെ അകത്തിരുന്ന് കരയുന്നതും പുറത്ത് മോഹിനി നിൽക്കുന്നതും പാറു കാണുകയാണ്. ബുൽബുല് കരഞ്ഞു കരഞ്ഞ് അവസാനം ബുൽബുലിന്റെ ബോധം പോകുന്നു. ബുൽബുലിനെ രക്ഷിക്കാൻ വേണ്ടി പാറു പകുതി നാഗമായി മാറുകയാണ്. എന്നിട്ട് മോഹിനി അറിയാതെ പതുക്കെ തീയുടെ അടുത്ത് പോയിട്ട് വാലുകൊണ്ട് ബുൽബുലിനെ പുറത്തെടുക്കുകയാണ്. ബുൽബുല് എത്ര വിളിച്ചിട്ട് എഴുന്നേൽക്കാത്തത് കാണുന്ന പാറു ബുൽബുലിനെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ബുൽബുലിന്റെ കരച്ചിൽ കേൾക്കാത്തതിൽ ഡൗട്ട് തോന്നുന്ന മോഹിനി തീക്ക് അകത്തേക്ക് നോക്കുമ്പോൾ ബുൽബുലിനെ അവിടെ കാണാത്തതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനി. മോഹിനിക്ക് പാറുവാണ് ബുൽബുലിനെ രക്ഷിച്ചതെന്ന് ഡൗട്ട് തോന്നുകയാണ്. മറുവശത്ത് പാറു ബുൽബുലിനെ എടുത്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ബുൽബുലിനെ തറയിൽ കിടത്തിയിട്ട് പാറു മഹാദേവനോട് ബുൽബുലിനെ രക്ഷിക്കണമെന്നും പാറുവിന്റെ എല്ലാ ശക്തികളും തിരിച്ചു തരണമെന്നും നാഗമാണിക്ക് എവിടെയാണെന്നും അറിയില്ല, അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് പറയുകയാണ്. ഈ സമയം മോഹിനിയുടെ മായാവി ഷോള് കത്തിയത് എങ്ങനെയെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അതേപോലുള്ള ഒരു ഷോളും ഇട്ടുകൊണ്ട് രംഭ വരുന്നു. രംഭയെ കാണുമ്പോൾ മോഹിനിക്ക് എല്ലാം മനസ്സിലാവുകയാണ്. കുറച്ചു മുമ്പ് മോഹിനിക്ക് പുതിയ ഷോള് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രംഭ മോഹിനിയുടെ റൂമിൽ വരുമ്പോൾ രംഭയുടെ കയ്യിലുള്ളത് പോലെയുള്ള സെയിം ഷോള് അവിടെ ഇരിക്കുന്നത് കണ്ട് അതിശയം തോന്നിയ രംഭ രണ്ട് ഷോളും ചേർത്ത് വെച്ച് നോക്കുകയാണ്. ആ സമയം ഷോളുകൾ തമ്മിൽ മാറുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഷോൾ അവിടെ വെച്ചിട്ട് ഒറിജിനൽ മായാവി ഷോള് രംഭ എടുത്തുകൊണ്ട് പോയി. ഇതറിഞ്ഞ് ദേഷ്യം വരുന്ന മോഹിനി രംഭയുടെ ഷോളിൽ ശക്തി പ്രയോഗിച്ച് തീയിടുകയാണ്. തീ കത്തിയിട്ട് രംഭയ്ക്ക് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. ഇതെല്ലാം കാണുന്ന മോഹിനി ഷോള് മാറ്റിയത് കൊണ്ട് രംഭയെ മാന്ത്രിക മുടി ഉപയോഗിച്ച് ഉപദ്രവിക്കുകയാണ്. ഷോള് മാറ്റിയത് കാരണം മോഹിനിയുടെ ശരീരത്തിൽ തീ കത്താനുള്ളതായിരുന്നു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. ബുൽബുല് റൂമിലില്ല. അപ്പോൾ ഉറപ്പായും പാറു ബുൽബുലിനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കാണും. ഇന്ന് പൗർണമി ആയതുകൊണ്ട് ശക്തികൾ കിട്ടാൻ വേണ്ടി ഉറപ്പായും പാറു ക്ഷേത്രത്തിൽ വരും. അവിടെ പോയാൽ രൂപ യഥാർത്ഥത്തിൽ പാറുവാണോ എന്ന് അറിയാൻ കഴിയുമെന്നും പറഞ്ഞ് മോഹിനി രക്ഷസായി മാറി അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് പാറു മഹാദേവന്റെ മുന്നിൽ നൃത്തം ചെയ്യുകയാണ്. മഹാദേവന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്താണ് പാറു നൃത്തം ചെയ്യുന്നത്. നൃത്തത്തിന്റെ അവസാനം പാറു ബോധം കെട്ടി വീഴുകയാണ്. ഈ സമയം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് മോഹിനി വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ചന്ദ്രനിൽ നിന്ന് പൗർണമിയുടെ പ്രകാശം വരുന്നത് കാണുന്ന പാറു എഴുന്നേൽക്കുകയും പാറുവിന്റെയും ബുൽബുലിന്റെയും ശരീരത്തിൽ ആ പ്രകാശം അടിക്കുകയും ബുൽബുലിന്റെ ശരീരത്തിലെ പുള്ളി അടയാളമെല്ലാം മാറുകയും ചെയ്യുന്നു. പാറു പകുതി നാഗമായി മാറുന്ന സമയം മഹാദേവന്റെ വിഗ്രഹത്തിൽ നിന്ന് ഒരു ശക്തി പാറുവിന് കിട്ടുകയാണ്. ബുൽബുൽ കണ്ണു തുറക്കുന്നത് കാണുന്ന പാറു സാധാരണ രൂപത്തിലാകുന്നു. ഈ സമയം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് മോഹിനി വരാൻ തുടങ്ങുമ്പോൾ മോഹിനിയെ തടഞ്ഞുകൊണ്ട് കുറെ നാഗങ്ങൾ ഇരിക്കുകയാണ്. അത് കാണുന്ന മോഹിനി ആ നാഗങ്ങളെയെല്ലാം ശക്തി പ്രയോഗിച്ച് ഒരു ബോക്സിന്റെ അകത്താക്കുകയാണ്. എന്നിട്ട് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറാൻ മോഹിനി ശ്രമിക്കുമ്പോൾ അവിടെ ഒരു രക്ഷാകവചമുള്ളത് കൊണ്ട് മോഹിനിക്ക് അതിന് കഴിയുന്നില്ല. മോഹിനി നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ അകത്ത് ആരെയും കാണാത്തത് കാണുന്ന മോഹിനിക്ക് ദേഷ്യം വരികയാണ്. എന്നിൽ നിന്ന് ദേവിനെ അകറ്റിയ നിനക്കുള്ള ശിക്ഷ വലുതായിരിക്കും. നിന്നെ ഞാൻ ഒരിക്കലും ആ കുടുംബത്തിന്റെ മരുമകളാക്കില്ല, പകരം ഒരു ജോലിക്കാരിയാക്കും. നീ എത്ര ജന്മം എടുത്താലും നിന്നെ ഞാൻ തോൽപ്പിക്കും. നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മോഹിനിയുടെ അടുത്ത പ്ലാൻ എന്തായിരിക്കും? പാറുവിന് കൊലപാതകികളെ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്